പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ കാറ് ഓടിച്ചുകൊണ്ട് അടൂരി ക്യാമ്പിലേക്ക് പോകുക. ക്യാമ്പിൽ പോകുമ്പോൾ പറയേണ്ട കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നോക്കാറുണ്ട്. പൂങ്കാവ് ജംഗ്ഷനിലെത്തിയപ്പോൾ വലിയൊരു മരമാണെന്ന് നമുക്കറിയാം. നേരെ ഒരു വണ്ടി ഇടിക്കാൻ വന്നാൽ നമുക്കറിയാം വണ്ടി ഇടിക്കാൻ വരും. എന്താ സംഭവിക്കുന്നത് നമുക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. ഏതാണ്ട് ഒന്ന് വീഴുന്നേക്കും എന്ന് പറഞ്ഞാൽ വലിയൊരു മരം മൂടെ പിഴുത് കറക്റ്റ് ഡ്രൈവർ സീറ്റിൽ ഒരു ബദാമിൻ്റെ ഒരു മുഴങ്ങുണ്ട്. ബദാമിൻ്റെ മുഴങ്ങില്ല. ആ മുഴങ്ങ് കറക്റ്റ് ഞാൻ ഇരിക്കുന്ന അതേ സ്പോട്ടിൽ ഒട്ടിച്ച് താത്തുകൾ ഡ്രൈവർ സീറ്റ് ഒഴിഞ്ഞു. അത് ഒട്ടിച്ചുകൊണ്ട് അകത്തൂടെ അകത്ത് ഗ്ലാസ് പൊട്ടിച്ച് അകത്ത് ചെസ്റ്റിൽ വണ്ടിക്ക് നിങ്ങളൊരു 30 കിലോമീറ്റർ സ്പീഡിലായാലും വണ്ടിയുടെ ഒന്ന് തട്ടിയാൽ എന്താ കഥ അറിയാം. ഒരുവിധം സ്പീഡ് ഞാൻ അധികം സ്പീഡ് പോയില്ല. എന്നാലും ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിയന്ത്രണം പോയി. ഞാനിങ്ങനെ ഓർമ്മ പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ മുന്നിൽ കൂടെ പോകണം എന്നൊന്നും പറഞ്ഞു ഓർമ്മ വേറെ വണ്ടിയെ പോയി വിളിച്ചു. അത്രയും വലിയൊരു അപകടം. ആ അപകടത്തിൽ സംഭവിച്ചത് ആദ്യം മുത്തൂറ്റി ചെന്ന സമയത്ത് രാജീവ് സാറ് ദിലീപ് സാറൊക്കെ വന്നു അല്ലേ. കഴിഞ്ഞ ദിവസം സാറ് അവിടെ വന്നിട്ട് പറഞ്ഞു സാറ് അവിടെ കയറ്റിയിട്ട് പറഞ്ഞു നോക്കണ്ടാണ്. എന്നാൽ സാറിനോടൊക്കെ പറഞ്ഞു രക്ഷപ്പെടുത്തില്ല. കാരണം സ്പൈനൽ കോഡിൽ അവർ ഇതിൻ്റെ അകത്തോട് കാണിച്ചു സ്പൈനൽ കോഡ് C4 C2 C3 ഡാമേജ് ആയി. പിന്നെ ലങ്സ് ചടങ്ങി ബ്രീതിങ് പ്രോബ്ലം ശ്വാസം കിട്ടും. ഇങ്ങനെ എടുക്കാൻ പറ്റും. വെന്റിലേറ്റർ എടുക്കും. എത്ര ആണെന്ന് പറയാൻ പറ്റും. 1.5 ലക്ഷം രൂപ ഒരു ദിവസം. നേരെ നമ്മുടെ പോകുമ്പോൾ ചലിക്കാൻ പറ്റും. വേഗം ചലിക്കരുത്. ആംബുലൻസ് പ്രത്യേക സജ്ജീകരണമുള്ള ആംബുലൻസിൽ അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. വെറുതെ ഇത് ഓർമ്മയില്ല. 12 ദിവസമായി വാഗ ഐസിയിൽ വരുമ്പോൾ അവർ ആദ്യമേ എനിക്കന്ന് സോഡിയൊക്കെ കുറഞ്ഞ ഓർമ്മ. സോഡിയം കുറഞ്ഞാൽ നമുക്ക് ഓർമ്മ. ഈ ഹൈഡ്രോസ് മെഡിസിൻ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡയബറ്റിക് BP എന്തിനേലും മെഡിസിൻ എടുക്കും. എന്നിട്ട് ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ പറഞ്ഞ് കാലിലോ കണ്ടു പോകുന്നത് ഞാൻ അടുത്ത തല അനക്കാൻ പറ്റില്ല. ബോധം കിട്ടിയിട്ട് മേൽക്കോട്ട് തന്നെ തിരിയാൻ പറ്റും.